ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ യൂട്യൂബിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ടാണ്. അപ്പം ഇതിനുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനകത്ത് എന്തായിരിക്കും, പക്ഷെ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഉണ്ടല്ലോ. നമ്മൾ ഓറഞ്ച് തിന്നതിനാൽ സാധാരണ നമ്മൾ പീല് കളയുക ചെയ്യാം. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി. അതെന്താന്ന് വെച്ചാൽ ഓറഞ്ചിനെ പീലെടുക്കാം. ഓറഞ്ചിനെ പീലെടുത്തിട്ട് നമ്മൾ ഓറഞ്ച് തിന്നു കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതെടുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കാൻ വെക്കാം. ഉണക്കിയിട്ട് വെയിലത്തോ കുറച്ച് സമയം ഒരു ഡേ ഫുള്ള് വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോ ഞാൻ എന്ത് ചെയ്ത് ഓറഞ്ചിന്റെ പീലെടുത്തിട്ട് 1 ഡേ ഫുള്ള് ഒരു ദിവസം ഞാൻ ഡ്രൈ ആക്കാൻ ഇട്ട് ഉണക്കി പിറ്റേന്ന് നല്ല കട്ട പോലെ, അതായത് നന്നാണെങ്കില്ല പക്ഷെ കുറച്ച് ഹാർഡായിരുന്നു. അപ്പൊ അതെടുത്തിട്ട് എന്ത് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് അപ്പം ആ ഒരു സാധനമാണ് ഇത്. അപ്പൊ ഇത് വളരെ നാച്ചുറൽ ആണ്. നമ്മളിപ്പോ പുറത്തുനിന്ന് ഫേസ് പാക്ക് മറ്റേ പാക്കെല്ലാം വാങ്ങിക്കുന്നുണ്ട്, ശരി. അതിനേക്കാളും നല്ലൊരു നാച്ചുറൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. അപ്പൊ ഇത് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോ എന്താ പറയാ, ഇത് നിങ്ങൾക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കുപ്പിയിലിട്ട് വെക്കാം. കുപ്പിയിലിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നിക്ക റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്തിട്ട് ഫേസിലിടാം, അല്ലെങ്കിൽ ഹണി, പാല്, അതും അല്ലെങ്കിൽ യോഗട്ട്, കേട്, പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത്രയും നല്ലത്. മിൽക്കി മിസ്റ്റ് പോലെ തൈരാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പുളിയില്ലാത്ത തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ. അപ്പം ഞാൻ ലാസ്റ്റ് ടൈം ഇത് ഹണിന്റെ കൂടെ ആയിരുന്നു ഇട്ടെ. വളരെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഫൈൻ പൗഡറാണ്. അത്ര ഫൈൻ അല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പാലിന്റെ കൂടെയോ അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ ലാസ്റ്റ് ടൈം അങ്ങനെ യൂസ് ചെയ്ത ഹണിയോ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിന്. അപ്പൊ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആട്ടോ. അപ്പം ഇത് ഞാൻ ആകെ 1 ടൈം ഇട്ടിട്ടുള്ളൂ, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടായിന്. നല്ലൊരു സ്കിന്നിനുള്ള എന്താ പറയാ, നല്ലൊരു ചെറിയൊരു ഗ്ലോയിങ് ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളിത് ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. വളരെ നല്ല എന്താ പറയാ, നല്ലൊരു സാധനമാണ്. ഇപ്പൊ നമ്മള് കടയിൽ പോയിട്ട് കുറെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നേക്കാൾ എത്രയോ നല്ല പൈസ ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതായത് നിങ്ങൾക്കിപ്പോ എന്തിനു തോലായാലും നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഇപ്പൊ ഓറഞ്ചിന് പീല് സാധാരണ രീതിയിൽ നമ്മൾ കളയുക ചെയ്യാം. അപ്പൊ കളയുന്ന പകരം നിങ്ങൾ എന്ത് ചെയ്യാ, ആ ഒരു പീലെടുത്തിട്ട് നല്ലോണം ഡ്രൈ ഉണക്കാൻ വിട്ട്. ഞാന് ഈ അലക്കുന്ന കല്ലിന്റെ മേലെല്ലായിരുന്നു ഓറഞ്ചിന്റെ പീല് വെച്ചിട്ടുണ്ടായ. അപ്പം അവിടെ വെച്ച് പിറ്റേന്ന് എടുക്കുമ്പോ നല്ല ഡ്രൈ ആയിട്ടുണ്ടായിനി. അതിന് എന്തായാലും ഒരു വാട്ടറി പോലത്തെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വെറ്റായി എന്താ പറയാ ഡ്രൈ ആയിട്ട് എന്താ പറയാ നല്ല നാളെ ഉണങ്ങി. അത് മിക്സിയിൽ നമുക്ക് ആദ്യം ഒരു പേടിയുണ്ട് മിക്സി കേടാവും, പക്ഷെ ഭാഗ്യത്തിനൊന്നും ആയിട്ടില്ല. വളരെ നല്ല സോഫ്റ്റ് പൗഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് അത് എന്താ പറയാ, ഹണി ഉണ്ടെങ്കിൽ ഹണീന്റെ കൂടെ അപ്ലൈ ചെയ്യാം. ഹണി ഇല്ലെങ്കിൽ കേടായാലോ റോസ് വാട്ടർ ആയാലോ മിൽക്ക് ആയാലോ എന്തിനെ കൂട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല ഒരു സാധനമാണ്, വളരെ നാച്ചുറൽ ആണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യം പേടിക്കൊന്നും വേണ്ട. കെമിക്കലും ഇതൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. ഇതിലാകെ ഉള്ളത് പൗഡർ, ഓറഞ്ചിന്റെ പൗഡർ, അതായത് ഓറഞ്ചിന്റെ പീലിന്റെ പൗഡർ മാത്രമുള്ള സാധനം. അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതോ അതും നാച്ചുറൽ, അതായത് പാല് നാച്ചുറൽ നമുക്ക് പറയാൻ കഴിയില്ല. പാൽ എങ്ങനെ ഉണ്ടാക്കിയിട്ട് വരുന്നു നമുക്കറിയില്ല. അപ്പൊ ഒന്നിക്ക പാൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മഞ്ഞളെല്ലാം ഇട്ടിട്ട് മഞ്ഞളും പാലെല്ലാം ഇട്ടിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഫൈൻ ആയിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഒരു 10 മിനിറ്റ് അതിന്റെ വാഷ് ചെയ്താൽ മതി. അപ്പൊ നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ഒന്ന് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ, ഞാൻ വെറുതെ ഇരിക്കുന്ന ആളല്ല, ഞാൻ പണിയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് വെറുതെ ഒരു ബുദ്ധി തോന്നിയതാ, അപ്പൊ അത് ഞാൻ ചെയ്ത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.